ആൺകുട്ടികളെ പൂർണ്ണമായിട്ടും നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. ചില സ്ത്രീകളുണ്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണെന്നുണ്ടെങ്കിൽ അവർ ആൺകുട്ടികളെയൊക്കെ കാണുന്ന സമയം, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട രീതിയിലുള്ള ആണുങ്ങളെ കാണുന്ന സമയം അവരുമായിട്ട് സൗഹൃദം നടിച്ചു കൂടുകയും പിന്നീട് അവരിൽ നിന്ന് സാമ്പത്തികമായിട്ട് ലൂട്ടാക്കാൻ വേണ്ടി നോക്കുകയും അതുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിലകപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞിടയിൽ നമ്മുടെ കോഴിക്കോട് തന്നെ ആ ഒരു സരോവരം പാർക്കിന്റെ ഒക്കെ ഭാഗത്ത് ഒരു ഫ്ലാറ്റിൽ നിന്നാണ് ഒരു ഹോട്ടൽ ഉടമയെ പീസാക്കിയിട്ട് ഒരു പെൺകുട്ടിയും രണ്ട് സുഹൃത്തുക്കളും കൂടി ചെയ്തത്. അതൊക്കെ പണത്തിന് വേണ്ടി തന്നെയാണ്. അപ്പൊ ആ പെൺകുട്ടിയുടെ വലയിൽ വീണതാണ് ഈ ഹോട്ടൽ ഉടമ. ആ പെൺകുട്ടിക്ക് സഹായികളായിട്ട് ആ രണ്ട് പുരുഷന്മാരും, അതായത് ഈ പെൺകുട്ടികളുടെ കാമുകനും മറ്റൊരു സുഹൃത്തും കൂടി. അപ്പൊ പണം ഏത് രൂപത്തിൽ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ച് അതിബുദ്ധിയോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട്. ഇപ്പോ പല രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ ഓരോ സംഭവങ്ങളും അരങ്ങേറുന്നത്. എന്തായാലും അമിതമായിട്ടുള്ള ആ ഒരു പണത്തിന്റെ ദാഹത്തോടു കൂടി പണത്തിന് പിന്നിൽ ഓടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമ്മളുടെ ആയുസ്സും ജീവനും തന്നെയായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ അത്രയും വർഷം കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന ആ ഒരു അഭിമാനത്തിന് തന്നെ ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സമൂഹത്തിൽ പിന്നീട് തിരിച്ചറിയുക മറ്റ് ആ ഒരു പേരിലായിരിക്കും. അതുവഴി നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കളിലും പിന്നീട് ആ ഒരു രണ്ടാം കിട രൂപത്തിലുള്ള ആ ഒരു പേര് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും നമ്മൾ ചെന്ന് എത്തിപ്പെടരുത്. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ആൾക്കാർ കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാനൊന്നും വയ്യ. എങ്കിലും ചില ആൾക്കാർ ഭയങ്കര കോമഡിയോട് കൂടിയിട്ടുള്ള എഴുത്തുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വാക്കുകളാണ് എൻ്റെ ഒരു വായിൽ നിന്ന് വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഞാനൊക്കെ ജീവിച്ചു വന്നത് അങ്ങനെയാണ്. അപ്പോൾ ആർക്കും ഒരു ദ്രോഹവും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് വന്ന് നമ്മൾ മാന്യമായ ആ ഒരു ലൈഫ് കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ആർക്കും ഒരു ബാധ്യതയും ആകരുത്. നമ്മളെ ആരോഗ്യം എത്രത്തോളം നിലനിൽക്കുന്നു അത്രത്തോളം നമ്മൾ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. വലിയ ആഡംബരം ഒന്നും മറ്റുള്ള ആളുകളൊക്കെ ആനപ്പുറത്തിരിക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ കുതിരപ്പുറത്ത് പോലും കയറിയിരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കക്കുത്തല വീഴും എന്ന് മുൻകാലങ്ങളിലുള്ള ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ആന പിണ്ടിയിടുന്നതിനൊപ്പം മുയൽ കാഷ്ടമിട്ട് കഴിഞ്ഞാൽ മൂലം പൊളിയും എന്നൊരു വാക്കുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ആ ഒരു രീതിയിൽ പോകണ്ട. നമുക്ക് കിട്ടുന്ന ആ ചെറിയ ഒരു വരുമാനത്തിൽ ഒതുങ്ങി കഴിഞ്ഞുകൂടാൻ നമ്മളെ ഭാര്യമാരെയും ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക, മക്കളെയും അതുപോലെ തന്നെ. ആഡംബരത്തിൻ്റെ പിന്നിൽ ഓടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെടും. പലയിടങ്ങളിൽ നിന്നും പലിശക്ക് പണം എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ, മക്കൾക്ക് മേക്കപ്പ് സെറ്റ് മേടിച്ചു കൊടുക്കാൻ, അവർക്ക് വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാൻ, ഇങ്ങനെ ആഡംബരത്തിൻ്റെ പിന്നിൽ ഓടുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്നത് ആ കുടുംബനാഥൻ്റെ ആയുസ്സും ആരോഗ്യവുമായിരിക്കും. അതുവഴി കൂടുതൽ പ്രായത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ തന്നെ പാതി വഴിയിൽ വെച്ച് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരണപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവാതെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ആ ശമ്പളത്തിൽ, ആ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാൻ നമ്മളെ കുടുംബത്തെയും ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്ക് വളരെ മാന്യന്മാരായിട്ട് തന്നെ ജീവിക്കാൻ കഴിയും. ആരോടും ഒന്നും ഒരു ഇതും പറയേണ്ട ആവശ്യം വരില്ല. കാരണം നമുക്ക് അത് മതി. ഇപ്പോ കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ പോയി പല രീതിയിലുള്ള ആ ഒരു വഷളൻ രീതികളൊക്കെ ചെയ്തു കൂട്ടിയ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു 35 വയസ്സിന്റെ മുകളിലുണ്ട് എന്ന് പറയുന്നു ആ സ്ത്രീക്ക്. ഇവരെ എന്തുദ്ദേശിച്ചിട്ടാണ് ആ ഒരു
മറ്റേ ഗുരുവായൂരപ്പൻ്റെ ആ സന്നിധിയിൽ പോയി അവിടെയുള്ള ആ ഒരു ഹിന്ദു സഹോദരന്മാരുടെ മത വികാരം വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആ പേക്കുത്തുകൾ എന്ത് ബുദ്ധിയിലാണ് അവിടെ ചെയ്തു കൂട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പല രൂപത്തിലുള്ള കൊഞ്ഞനം കുത്തിയിട്ടുള്ള ആ ഒരു വായിൽ നിന്ന് വരുന്ന വേറെ ഭാഷകളൊക്കെയാണ്. കാരണം ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇവർ പണത്തിന് വേണ്ടി ആ പണത്തിന്റെ പിന്നിൽ പോയതിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇരുന്നു കൊണ്ട് കരയേണ്ട ആ ഒരു അവസ്ഥ വന്നത്. കാരണം കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും അതുപോലെ മറ്റ് മത നേതാക്കന്മാരുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഞാൻ മുസ്ലിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ളത് കാണിച്ചു കൊടുത്തിരുന്നതാണ്. പക്ഷേ മുസ്ലിങ്ങളാരും ആ ഒരു ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ആരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തോ 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 എന്ന് പറഞ്ഞിട്ടൊന്നും ആരും മുസ്ലിങ്ങളിൽ പെട്ട ഒരാളും അവരുടെ പിന്നിൽ പോകില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് തന്നെ ഹറാം എന്നുള്ള ഒരു രീതിയിലാണ്. ഹറാം എന്ന് പറഞ്ഞാൽ പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ പാടില്ല എന്നുള്ളൊരു വാക്കാണത്. നമ്മൾക്കത് ചെയ്തുകൂടാ, കാരണം അത് അനുവദിക്കുന്നില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. നമ്മളൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന് നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ മാത്രമേ ആ ചിത്രം വരക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിത്രം വരയ്ക്കുകയോ അതല്ലെങ്കിൽ ഒരു മൺകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി അത് ഒരു സങ്കല്പ പ്രതിമയുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആ പ്രതിമയ്ക്ക് നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രതിമ ഉണ്ടാക്കാൻ തന്നെ പാടുള്ളൂ. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ പെൺകുട്ടി ചെയ്തിരുന്നതൊക്കെ ഹറാം എന്നുള്ള രൂപത്തിലാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഒരിക്കലും ജസ്ന സലീമിനെ ഒരിക്കലും അനുകൂലിച്ചുകൊണ്ട് പറയില്ല. കാരണം അവരത് ചിത്രം വരച്ചു, അവർ ബിസിനസ് ആണെങ്കിൽ അതിന് ഇപ്പോൾ ഹിന്ദുക്കളിൽപ്പെട്ട ഒരു പെൺകുട്ടി പള്ളിയുടെ ചിത്രങ്ങൾ വരച്ചു, അതല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആ ഒരു ജീവിച്ചിപ്പോൾ ഒരു 100 വർഷത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരുന്നിരുന്ന ആൾക്കാരൊക്കെ മതപണ്ഡിതന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന മതപണ്ഡിതന്മാരുടെ ആ ഒരു മുഖങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് വേണ്ട, ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഫോട്ടോ എടുത്ത് AP അബൂബക്കർ മുസ്ലിയാരെയാണ് സുന്നികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരുടെ ആ ഒരു ഫോട്ടോ വരച്ച് എല്ലാ പള്ളിയിലും പോയിട്ട് AP-യെ ഞാൻ ഇഷ്ടപ്പെടുന്നു, AP-യെ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോഴാണ് ഞാൻ ഈ AP-യുടെ ആ ഫോട്ടോസൊക്കെ ഞാൻ വരച്ചത്, എനിക്ക് AP-യോട് ഇഷ്ടമാണ്, എന്തെന്നറിയില്ല, എനിക്ക് അങ്ങനെ മനസ്സിൽ വന്നു, അപ്പം ഞാൻ എൻ്റെ ആർട്ട് പരമായിട്ട് ഞാൻ അവരുടെ മുഖം ഞാൻ അങ്ങനെ അച്ചടിച്ച രൂപത്തിലാണ്ട് വരച്ചെടുത്തു. അപ്പോൾ AP-യെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും? നല്ല ഭംഗിയുണ്ടല്ലോ AP ഉസ്താദിൻ്റെ ആ ഒരു ഫോട്ടോ, എന്തായാലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തിയോട് കുറച്ചൊരു പ്രണയമുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ 1000-ഓ 10,000-ഓ കൊടുത്ത് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ ചിലപ്പോൾ സൂക്ഷിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ മതപണ്ഡിതന്മാരെയൊക്കെ ഇസ്ലാമിക ലോകം തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ചില ആൾക്കാർ മുസ്ലിം സമൂഹത്തിൻ്റെ ആ ഒരു സുന്നികളുടെ ഇടയിൽ AP അബൂബക്കർ മുസ്ലിയാരെ ഒന്ന് കാണാൻ വേണ്ടി ആ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന മുസ്ലിം സമൂഹമുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, അപ്പോൾ അങ്ങനെ AP അബൂബക്കർ മുസ്ലിയാരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഹിന്ദു മതത്തിൽ നിന്നും ഒരു പെൺകുട്ടി AP അബൂബക്കർ മുസ്ലിയാരുടെ ഫോട്ടോ വരച്ചു, പള്ളികളിലൊക്കെ പ്രദർശനത്തിന് കൊണ്ടുപോയി അവിടെയുള്ള ആളുകൾക്കൊക്കെ വിൽപ്പന നടത്തി, പിന്നീട് ആ പള്ളിയുടെ മുൻപിൽ വെച്ച് അവരുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ ഒരു പേക്കൂത്തുകളോ അതല്ലെങ്കിൽ ആ ഒരു പള്ളി കേന്ദ്രീകരിച്ച് അവരെ അവഹേളിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒപ്പിച്ചു കഴിഞ്ഞാൽ
അവിടെ അവർ ചോദ്യം ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ആ ഒരു പന്തലിന്റെ താഴെയായിട്ട് ഇവർ കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ സ്ഥലത്തെ തന്നെ അപമാനിക്കുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് കാണിച്ചു കൂട്ടിയത്. കാരണം